ഈ നീരുമാല തർപ്പണം പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് അവിടെ നാഗങ്ങൾക്ക് കർപ്പൂരം കാണിച്ചിട്ട് നമ്മൾ ഈ നാഗ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഈ രാവിലത്തെ നാഗപൂജകൾ സമാപിക്കുകയാണ്. അപ്പോൾ നീരുമ്പാലം തർപ്പണം എന്ന് പറയുന്ന ക്രിയയുടെ മധ്യഘട്ടത്തിലാണുള്ളത്. നാഗക്കാവുകളിൽ പൂജ നടക്കുന്ന സമയത്ത് ഈ നാഗത്തിന് നീരുമ്പാലം തർപ്പണം ചെയ്തിട്ട് ആ നീരുമ്പാലം തർപ്പണ സമയത്ത് നമുക്ക് നമ്മളെ നാഗശാപങ്ങളെല്ലാം ഒഴിഞ്ഞ് സമർപ്പിക്കുന്ന ഒരു ക്രിയ ആചാര്യന്മാരൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മളെ നാഗശാപങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭമാണ്. ആദ്യം ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചാൽ നമ്മൾ വളരെ വിശ്വാസപൂർവ്വം പറയുന്നത് അതുപോലെ തന്നെ കേട്ട് വളരെ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ അരിയുടൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാഗശാപാദികളൊക്കെ തീരും. അത് ആചാര്യന്മാർ മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നാഗശാപാദികൾ തീർക്കുന്നതും നാഗശാപങ്ങൾ ഉണ്ടാക്കുന്നതും അഷ്ടനാഗങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. 8 പാമ്പുകൾ, അഷ്ടനാഗങ്ങൾ എന്ന് പറയുന്നത് 8 പാമ്പുകൾ. അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, പത്മൻ, മഹാപത്മൻ, ശംഖപാലൻ, ഗുളികൻ, ഇങ്ങനെ അഷ്ടനാഗങ്ങൾ അറിയപ്പെടുന്ന 8 സർപ്പശ്രേഷ്ഠന്മാർ.